പ്രീസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നർ വൂണ്ട് വേഴ്സസ് ഇന്നർ ഹീലിംഗ്, ആന്തരിക മുറിവുകളും ആന്തരികമായ സൗഖ്യം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പുറമെ ആളുകൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെയാണ്. എന്നാൽ എവിടെയോ ജീവിതത്തിൽ ചില മുറിവുകൾ, ചില വേദനകൾ, ചില ഒറ്റപ്പെടലുകൾ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ പുറമേ എല്ലാവരുടെയും മുൻപിൽ നല്ലതായി അഭിനയിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ആന്തരികമായി നമ്മൾ ഒതുക്കി വെക്കുന്ന ചില മുറിവുകൾ, അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നുളവായതായിരിക്കും. അതൊരു പക്ഷേ ചില ഒറ്റപ്പെടലുകൾ, ചില റിജക്ഷൻസ്, ചില ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ, വിധിച്ച അനുഭവങ്ങൾ, ഒറ്റയ്ക്ക് കൊടുത്ത അനുഭവങ്ങളൊക്കെ ആയിരിക്കും. എവിടെയൊക്കെ ആളുകൾ നിന്നെ കൊണ്ടത് പറ്റത്തില്ല, നിനക്കതിനുള്ള കഴിവില്ല, നിനക്കതിനുള്ള യോഗ്യതയില്ല, അങ്ങനെയുള്ള ചില മുറിവ് ഉളവാക്കുന്ന വാക്കുകളിൽ നിങ്ങൾ ഭാരപ്പെട്ടവരാണോ? ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സങ്കീർത്തനം 147 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. നമ്മുടെ ദൈവം മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സൗഖ്യമാക്കുക മാത്രമല്ല, കർത്താവ് നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മുറിവുകൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ മറച്ചു വെച്ചാലും ഓരോ മുറിവുകളും ഓരോ വേദനകളും അറിയുന്ന കർത്താവ്, സൗഖ്യമാക്കുന്ന കർത്താവ്, ആ മുറിവിനെ കെട്ടുന്ന കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം 34-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഹൃദയത്തിൻ്റെ നുറുക്കത്തോടെ കടന്നു വരുന്ന ആരെയും കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവ് അവർക്ക് സമീപസ്ഥനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ ആരും നമ്മുടെ മുറിവ് അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. കർത്താവ് നമ്മുടെ മുറിവുകളൊക്കെ അറിയുന്നുണ്ട്. ഈ ആന്തരികമായ സൗഖ്യം, ഇന്നർ ഹീലിംഗ് എന്നുള്ളത് ഒറ്റയൊരു രാത്രി കൊണ്ടോ ഒറ്റയൊരു ദിവസം കൊണ്ടോ സംഭവിക്കുന്നൊരു കാര്യമല്ല. ഇന്നർ ഹീലിംഗ് നടക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, അക്നോളജ് ദ വൂണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ മുറിവിനെ ഒന്ന് നമ്മൾ സമ്മതിക്കണം. എൻ്റെ ഉള്ളിൽ ചില മുറിവുകളുണ്ട് കർത്താവ്. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയാൻ പറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിട്ട് നമ്മളത് സമ്മതിക്കണം. കർത്താവെ, എൻ്റെ ഉള്ളിൽ ചില മുറിവുകളുണ്ട്. അക്നോളജ് ദ വൂണ്ട്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്രിങ് ഇറ്റ് ടു ജീസസ്. യേശു കർത്താവിൻ്റെ അടുക്കൽ അത് കൊണ്ടുവരിക. ആരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ കൊണ്ടുവരിക. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിപ്രിയരെ, ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും, ഒരു കൗൺസിലറിൻ്റെ അടുത്തോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒന്നും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓടി വരുവാൻ പറ്റുന്ന ഒരിടമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, ദോസ് ഹു ബെയർ ദ ബേർഡൻസ്, കർത്താവ് നിങ്ങളെ വിളിക്കുക. നിങ്ങൾ ഹെവി ലേഡൻ ആണെന്ന് കർത്താവിന് അറിയാം. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഭാരമുണ്ടെന്ന് കർത്താവിന് അറിയാം. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ നുഖമൊക്കെ നിങ്ങൾ എൻ്റെ സന്നിധാനത്തിലൊന്ന് ഇറക്കി വെക്കുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ട്. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ബ്രിങ് ഇറ്റ് ടു ജീസസ്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, റീപ്ലേസ് ദ ലൈസ് വിത്ത് ദ ട്രൂത്ത്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പറഞ്ഞു കാണും, നമ്മൾ ഒരു ചെറിയ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോഴൊക്കെ ആളുകൾ പറയും, ഇതൊന്നും പറ്റത്തില്ല, ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല, നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല. ഒരു പക്ഷേ ആളുകൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറഞ്ഞു കാണും, ഇത് പറ്റത്തില്ല. ആ നെഗറ്റിവിറ്റിയുടെ വാക്കുകളുണ്ടല്ലോ, ആ ലൈസ് ഉണ്ടല്ലോ, ആ കള്ളത്തരം, അല്ലെങ്കിൽ പിശാച് നമ്മുടെ ചെവിയിൽ മന്ത്രിച്ചതോ നമ്മുടെ മനസ്സിൽ തോന്നിച്ചതായിട്ടുള്ള ആ ലൈസ് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി വെച്ചിട്ട് യു ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് ട്രൂത്ത്. ദൈവത്തിൻ്റെ വചനം കൊണ്ടും സത്യം കൊണ്ട് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സൈഡിൽ സാഹചര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത, ഇത് പറ്റത്തില്ല. പക്ഷേ ആ
പെർട്ടിക്കുലർ മൊമെൻറ്റിലും ഒന്ന് പറയാൻ പറ്റും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെ. അങ്ങനെയൊന്ന് നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു മേഖലയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഇന്നർ ഹീലിംഗ് എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഉളവാകുന്നതല്ല. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇന്ന് ഈ സെഷൻ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നിങ്ങളുടെ ജീവിതത്തിലെ മുറിവുകൾ ഒരുപക്ഷെ നിങ്ങൾക്കത് മറ്റൊരു വ്യക്തിയോട് പറയാൻ പറ്റിയില്ലെങ്കിലും ഇന്നിൻ്റെ മുറിവുകൾ, ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി. നിങ്ങളുടെ മുറിവുകളിൽ ദൈവീക സ്പർശനം, കർത്താവിൻ്റെ കരമൊന്ന് സ്പർശിച്ചാൽ ആ മുറിവിനെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് സഹായിക്കും.